അല്പം ചൂടുണ്ട്, അതുപോലെ അല്പം ത്യാഗം സഹിച്ചുകൊണ്ട് ആ ത്യാഗത്തിന്റെ ഫലം എല്ലാവർക്കും ലഭിക്കട്ടെ. ഈശോയുടെ നാമത്തില് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സന്തോഷത്തോടെ ഈ വചന പ്രഘോഷണത്തിലാണ് വചനം പ്രഘോഷിക്കപ്പെടുന്നത്. വചനത്തിന്റെ ശക്തി നമ്മളിലേക്ക് ഓരോരുത്തരിലേക്കും കടന്നു വരുന്നു. വചനത്തിന്റെ ശക്തിയാണ് നമ്മൾ ഓരോരുത്തരും നിറയുകയാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. ഞാൻ പറഞ്ഞു തരുന്നത് കർത്താവായ ഈശോയെ എന്നെന്നും അങ്ങേക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ വചനങ്ങൾ ഞങ്ങളെ നയിക്കുന്നു. ആ വചനങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള നമ്മൾ അങ്ങനെ ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവായ ഈശോ നമുക്ക് വലിയ ദൗത്യം തന്നിട്ടുണ്ട്. ഈ ലോകത്തില് സാക്ഷ്യം വഹിക്കുവാനായിട്ട്. സുവിശേഷത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, ഒരിക്കല് സ്നാപകൻ തന്റെ ശിഷ്യന്മാരെ ഈശോയുടെ അടുക്കലേക്ക് അയക്കുന്നു. സ്നാപകൻ വളരെ ദുഃഖത്തിലായിരുന്നു, വേദനയിലായിരുന്നു, ആകെ സംശയത്തിലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്ത അവസ്ഥയായിരുന്നു, യാഥാർത്ഥ്യത്തിലായിരുന്നു. തന്റെ ജീവിതം മുഴുവനും ഈശോയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതാണ്. കുഞ്ഞുനാൾ മുതലേ വിജന പ്രദേശത്ത് പോയി ഏകാന്തതയില് ശൂന്യതയില് ആയിരുന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, ധ്യാനിച്ചു, ദൈവവചനപ്രകാരം ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ചു, ദൈവഹിതപ്രകാരം മുന്നോട്ട് പോയി. സമയത്തിന്റെ തികവില് യോർദാൻ നദീതീരത്ത് അദ്ദേഹം കടന്നു വന്ന് പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. വരുവാനിരിക്കുന്ന മിശിഹായെ കാണിച്ചു കൊടുക്കുവാനുള്ള ദൗത്യമാണ് അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്നത്. ആ ദൗത്യം തന്റെ ജീവിതത്തില് പൂർത്തീകരിക്കുവാനായിട്ട് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് ചെയ്തത്. സ്നാപകനാൻ ആ ദൗത്യം പൂർത്തീകരിച്ചു. സ്നാപകനാൻ തന്റെ ശിഷ്യന്മാരെ കാണിച്ചു കൊടുത്തു, ഇതാ പോകുന്നു ദൈവത്തിന്റെ കുഞ്ഞാട്, ഇവനാണ് മിശിഹായായിട്ട് കടന്നു വന്നത്, ഇവനാണ് രക്ഷകൻ എന്ന് കാണിച്ചു വന്നു. സ്നാപകനാന്റെ ചില ശിഷ്യര് ഈശോയുടെ പിന്നാലെ പോകുകയും ചെയ്തു. അവൻ വളരണം, ഞാൻ ചെറുതാകണം എന്നുള്ള ആഗ്രഹമായിരുന്നു സ്നാപകനാന് ഉണ്ടായിരുന്നത്.
അതായിരുന്നു ദൈവ. അതിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് ജീവിതാന്ത്യത്തിലേക്ക് കടന്നപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചത് കാരാഗ്രഹവാസമാണ്. ഈ കാരാഗ്രഹവാസത്തിലായിരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി, ഞാൻ എന്റെ ജീവിതത്തില് ചെയ്തതൊക്കെ ശരിയാണോ? ഞാൻ മിശിഹായെ കുറിച്ച് പ്രഘോഷിച്ചു, ആ പ്രഘോഷണമൊക്കെ ശരിയായിരുന്നു? ആകെ അസ്വസ്ഥതയിലേക്ക് കടന്നു വരുന്ന സ്നാപ്യോനാണ്. എന്നാൽ ആ അസ്വസ്ഥതയില് നിലകൊള്ളുവാനായിട്ട് സ്നാപ്യോനാൻ ആഗ്രഹിക്കുന്നില്ല. സ്നാപ്യോനാൻ എന്താണ് ചെയ്തത്? 2 ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് സ്നാപ്യോനാൻ അവരോട് പറയുന്നു, നിങ്ങൾ ചെന്ന് ഈശോയോട് ചോദിക്കുക, ഈശോ തന്നെയാണോ വരുവാനിരിക്കുന്നവൻ, അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന്. സ്നാപ്യോനാൻ ആകെ തന്റെ അസ്വസ്ഥതയില് പറയുകയാണ്, വരുവാനിരിക്കുന്നവൻ അങ്ങ് തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ? ഈശോ തന്നെയാണോ യഥാർത്ഥ മിശിഹ, യഥാർത്ഥ രക്ഷകൻ എന്ന് ചോദിക്കുവാനായിട്ട് തന്റെ 2 ശിഷ്യന്മാരെ പറഞ്ഞേക്കുന്നു. ആ സമയത്ത് ഈശോ വളരെയധികം അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ട്, ഈശോ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട്, രോഗസൗഖ്യങ്ങൾ കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രവർത്തിക്കുകയായി. ആ സമയത്താണ് സ്നാപ്യോനാന്റെ 2 ശിഷ്യന്മാർ ഈശോയുടെ അടുക്കിലേക്ക് വരുന്നത്. ഈശോയോട് അവർ ചോദിക്കുന്നു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ? ആ 2 ശിഷ്യന്മാര് ഈശോയോട് ചോദിക്കുന്നുണ്ട്. ഈശോ ഉത്തരം നൽകുന്നത് എന്താണ്? നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തവ ചെന്ന് യോഹന്നാനെ അറിയിക്കുക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുടന്തന്മാർ നടക്കുന്നു, രോഗികൾ സുഖപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. യേശയ്യാ പ്രവാചകൻ പ്രവചിച്ചിരുന്ന ആ കാര്യങ്ങള് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തവർ ചെന്ന് യോഹന്നാനെ അറിയിക്കുക. ഈ വചനത്തിന് മുൻപ് നിങ്ങള് ഉപകാര സ്മരണക്കത്തുകള് വായിക്കുന്നത് കേട്ടു. ഏറെ അനുഗ്രഹങ്ങള് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിന് ഫലമായിട്ട് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നു. അതിനാൽ ദൂര സ്ഥലങ്ങളിൽ നിന്ന് അനേകര് ഈ ആലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് വചനം ശ്രമിക്കുന്നതിന് സമയം കണ്ടെത്തുന്നു. സമയം കണ്ടെത്തി ഇവിടെ വന്ന് പ്രാർത്ഥിക്കപ്പെട്ട് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ദൈവത്തിന്റെ കൃപ ഒഴുകുന്നു. ഈശോ ഇവിടെ പ്രവർത്തിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് ലഭിക്കുന്നു. അമ്മ നിങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കുകയും ഈശോയുടെ ചോദിക്കുവാനായിട്ട് പറയുകയും ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്താണ്? ഈശോയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കുക. ഈശോയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കുക. ഈശോ പഠിപ്പിച്ച കാര്യങ്ങള് ചെന്ന് മറ്റുള്ളവരോട് പറയുക. നിങ്ങളുടെ ജീവിതത്തില് ആ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കുക. വളരെ പണ്ടുപെട്ട ഒരു കാലത്ത് റോമൻ സാമ്രാജ്യത്തില് ദ്വന്ദ്വയുദ്ധങ്ങള് വളരെ സാധാരണ കാര്യമായിരുന്നു. നമുക്കറിയാം, പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഫിലിസ്ത്യാക്കാര് ഗോലിയാത്തിന്റെ നേതൃത്വത്തില് ഇസ്രായേൽ വംശജരെ വെല്ലുവിളിക്കുന്നു. സൗൽ രാജാവ് ആ വെല്ലുവിളി കേട്ടപ്പോഴ് ഭയത്തിലേക്ക് കടന്നു വരുന്നു. എന്നാല് ബാലനായ അല്ലെങ്കിൽ യുവാവായ ദാവീദ്
മുന്നോട്ട് കടന്നു വരുന്നു. മുന്നോട്ട് കടന്നു വന്നുകൊണ്ട് ആ വെല്ലുവിളിയെ എതിരേൽക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുന്നു. അങ്ങനെ തയ്യാറായിട്ട് പ്രിയമുള്ളവരെ, നമുക്കറിയാം, ദാവീദ് വെല്ലുവിളിക്കുന്നു. 5 കല്ല് കഷ്ണങ്ങൾ കൊണ്ട് ആ ഗോലിയാത്തിനെ കവണി കൊണ്ട് ചെയ്തുകൊണ്ട് താഴെയിടുന്നു. ഹല്ലേലൂയ. ഗോലിയാത്തിന്റെ വാളെടുത്ത് ഗോലിയാത്തിനെ വധിക്കുന്നു. അവിടെ ഒരു ദ്വന്ദ്വയുദ്ധം, അതുപോലെ റോമൻ സാമ്രാജ്യത്തില് ദ്വന്ദ്വയുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. ആ ദ്വന്ദ്വയുദ്ധങ്ങളുടെ സമയത്ത് ചക്രവർത്തിയും റോമൻ ചക്രവർത്തിയും പൗരാവലിയും പരിവാരങ്ങളും എല്ലാം ഈ ദ്വന്ദ്വയുദ്ധ കാഴ്ച കാണുവാനായിട്ട് ഒരുമിച്ച് കൂടിയിരുന്നു. ഇത് ഒരു ക്രൂര വിനോദമായിരുന്നു. ഈ ക്രൂര വിനോദം കണ്ടുകൊണ്ട് സന്തോഷിക്കണം. അവർ തമ്മിൽ വാളും പരിചയും എടുത്ത് അയച്ചി ആ ചോര ചീറ്റുന്നത് കണ്ട് രണ്ടുപേരും പരസ്പരം മുൾപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും ഒരാളെ വധിച്ച് താഴെയിരുന്നു, മരിക്കുന്നു. ആ വ്യക്തി വിജയത്തിലേക്ക് കടന്നു വരുന്നു. ആ കാലഘട്ടത്തില് ആരാണ് ഇങ്ങനെയുള്ള ദ്വന്ദ്വയുദ്ധത്തിലേക്ക് കടന്നു വരുന്നത്? അടിമകൾ. അടിമകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. ആ അടിമകളുടെ നാഥൻ പറയുന്നതനുസരിച്ച് കച്ചേതരായിട്ട് വരുന്നു. ഇവരെ ആ ക്രൂര വിനോദം ഒരിക്കല് ചക്രവർത്തിയും പൗരാവലിയും പരിവാരങ്ങളും ദ്വന്ദ്വയുദ്ധം കാണുന്നതിന് വന്നിരുന്നു. അങ്ങനെ കാണുന്നതിന് വന്നപ്പോൾ ആ 2 അടിമകൾ തമ്മിൽ തൊട്ട് ആ സമയത്ത് യുദ്ധം ആരംഭിച്ചു. പടപ്പൊരുതല് ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. അവര് തമ്മിൽ മുറിവേൽപ്പിക്കുവാനായിട്ട് തുടങ്ങി. രക്തം ചിന്തുന്നത് അകലെയിരുന്ന ഹെലക്കാമോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ കാണുകയാണ്. ആ സഹോദരൻ അത് കണ്ടപ്പോഴ് അദ്ദേഹത്തിന്റെ മനസ്സില് ഉയർന്നു വന്നു, ഗുരുനാഥൻ ഇങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നത്, സ്നേഹിക്കാനായിട്ടാണ് പഠിപ്പിക്കുന്നത്. അതാദ്യത്തെ മുറിവേൽപ്പിച്ച് കൊല്ലുവാനായിട്ട് ആർക്കും ആ പടപൊരുക്കുന്നത് കാണുന്ന ആ നിമിഷത്തിലും അദ്ദേഹത്തിന്റെ ഭാവനയിൽ എന്താണ് കാണുന്നത്? തന്റെ ഗുരുനാഥൻ ഒടുക്കത്തെ താഴെ സമയത്ത് തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന കാര്യമാണ്. ആ തിരക്കാമസ് ആ നിമിഷത്തില് കാണുന്നത് എന്താണ്? ഗെത്സമൻ തോട്ടത്തില് ഈശോ വിയർത്തൊലിച്ച് ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിനുള്ള ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നതായിട്ടാണ്. പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് വരുന്ന ആ ചിത്രം ഭാവനയിൽ കാണുകയാണ്. ഹെലക്കാമസ് എന്താണ് കാണുന്നത്? കഥാവായ ഈശോ കുരിശിൽ കിടന്ന് യാതൊരു തെറ്റും ചെയ്യാത്ത ഈശോ കുരിശിൽ കിടന്ന് രക്തമൊഴുക്കി, അവസാനത്തെ തുള്ളി രക്തം വരെ ഒഴുക്കി മരിക്കുന്നതാണ് കാണുന്നത്. ഇതാ നിങ്ങള് ഈ പടത്തില് ഈശോയെ കാണുന്നത്. രക്തം ചിന്തി മരിക്കുന്ന ഈശോ 3 മണിക്കൂർ നേരം കുരിശിൽ തൂങ്ങിക്കിടന്ന് മരിക്കുന്ന ചിത്രം ഭാവനയിലേക്ക് കടന്നു വന്നു. അവിടെയുള്ള ചക്രവർത്തിയും പരിവാരങ്ങളും ആർത്തട്ടഹസിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. ഒരടിമ മറ്റേ അടിമയെ വാളുകൊണ്ട് വെട്ടുമ്പോൾ, അതിനെ തടുക്കുമ്പോൾ മറ്റേ ആള്, അവരെല്ലാവരും ആർത്തട്ടഹസിക്കും. എന്നാല്
ടെലക്കാമസിന് ആത്മരഹസിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം ആകെ അസ്വസ്ഥതയിലേക്ക് കടന്നു വന്നു. കാരണം ഈശോയുടെ ആത്മാവ് അവന് മേൽ കടന്നു വന്നു. നല്ല സമരിയാക്കാരന്റെ മേലുണ്ടായിരുന്ന ആ ആത്മാവ് ആ നല്ല അയൽക്കാരൻ എന്താണ് ചെയ്തത്? സമരിയാക്കാരൻ എന്താണ് ചെയ്തത്? ആ മുറിവേറ്റ് കിടന്ന യഹൂദനെ എടുത്ത് സൂക്ഷിക്കുന്നതിലേക്ക് അവന്റെ മുറിവുകൾ കഴുകി അതിലേക്ക് വീഞ്ഞുകൊണ്ട് കഴുകി അതിലേക്ക് എണ്ണ ഒഴിച്ച് ആ മുറിവ് വെച്ച് കെട്ടുന്നതിലേക്ക് കടന്നു വരുന്ന ആ നല്ല സമരിയാക്കാരനെയാണ് കാണുന്നത്. ടെലക്കാമസ് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് ഓടുന്നു. ആ രണ്ട് വ്യക്തികള് പരസ്പരം മുറിവേൽപ്പിച്ച് അവിടെ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് സ്വരത്തിൽ പറയുന്നു, അരുത് അരുത് അരുത്. ഗുരു പഠിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയല്ല, എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ടാണ്, പരസ്പരം സ്നേഹിക്കുവാനായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. പെട്ടെന്ന് ആ പ്രഹാസങ്ങളൊക്കെ നിന്നു. എല്ലാവരും ടെലക്കാമസിനെ നോക്കി നിൽക്കുകയാണ്. ഇന്നിവൻ ഏതവനാണ്, എവിടെ നിന്നാ വന്നു എന്നുള്ള ചിന്തയിലാണ്. എന്നാൽ ടെലക്കാമസിന്റെ മനസ്സില് എന്തായിരുന്നു? ഈ രണ്ട് വ്യക്തികള് എവിടെ നിന്ന് വന്നു അത് അദ്ദേഹം ചോദിക്കുന്നില്ല. ഈ അടിമകള് ഏത് വർഗത്തിൽപ്പെട്ടവരാണ്, ഏത് ജാതിയിൽപ്പെട്ടവരാണ്, ഏത് മതത്തിൽപ്പെട്ടവരാണ് എന്നൊന്നും ചോദിക്കുന്നില്ല. ചോദിക്കാതെ ഈശോയുടെ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ഈശോ പഠിപ്പിച്ചതുപോലെ എല്ലാവരെയും സ്നേഹിക്കണം, ആരെയും ദ്രോഹിക്കരുത്, ആർക്കും ഒരു തിന്മ ചെയ്യരുത്, എല്ലാവരെയും സന്തോഷത്തിലേക്ക് ആനയിക്കണം എന്നുള്ള ആ ചിന്തയാല് നിറയുകയാണ്. ആ രണ്ട് അടിമകള് മാറി നിന്നു. പിന്നീട് അവർക്ക് പരസ്പരം യുദ്ധം ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കടന്നു വന്നു. ഇത് കണ്ടപ്പോൾ ചക്രവർത്തിയും പരിവാരങ്ങളും ചിന്തിച്ചു, ഇവൻ ഈ ഞങ്ങളുടെ സന്തോഷത്തിന്, ഞങ്ങളുടെ വിനോദത്തിന് തടസ്സം പറ്റിയിരിക്കുന്നവനെ എന്ത് ചെയ്യണം? അവനെ പിടിച്ചു, ടെലക്കാമസിനെ പിടിച്ചു. ടെലക്കാമസിനെ പിടിച്ച് ദൂരത്ത് കൊണ്ടുപോകുന്നു. അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നു. ആ രക്തം റോമൻ മണ്ണില് വീഴുന്നു. അവൻ മരിച്ചു. ടെലക്കാമസ് മരിച്ചു. ടെലക്കാമസ് മരിച്ചു. എന്നാൽ ടെലക്കാമസിന്റെ രക്തം സംസാരിക്കുവാനായിട്ട് തുടങ്ങി. ടെലക്കാമസിന്റെ രക്തം അനേകർ കണ്ടു. കണ്ടപ്പോൾ എന്താണ്? അവരുടെ ചിന്തയിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ ചെയ്തത് ശരിയാണ്, ഈ അടിമകളുടെ ദ്വന്ദ്വയുദ്ധം ശരിയാണ്. ടെലക്കാമസിന്റെ രക്തം സംസാരിക്കുവാനായിട്ട് തുടങ്ങി. ആ രക്തം സംസാരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? റോമൻ നഗരത്തിൽ നിന്ന്, റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് ദ്വന്ദ്വയുദ്ധം മാറ്റപ്പെട്ടു. ടെലക്കാമസ് തന്റെ ഗുരു പഠിപ്പിച്ച കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഈ സാക്ഷ്യം വഹിക്കല് അദ്ദേഹത്തിന്റെ ജീവിതത്തില് തന്റെ രക്തം കൊടുത്തുകൊണ്ടുള്ള സാക്ഷ്യം വഹിക്കുന്നതിലേക്കായിരുന്നു വന്നത്. ഈശോയുടെ ആത്മാവ്, ഈശോയുടെ തത്വങ്ങള് അവനെ പഠിപ്പിച്ചു, അവന്റെ ഹൃദയത്തിലെ ആഴത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ആ തത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ദൈവരാജ്യ തത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവൻ ജീവിക്കുവാനായിട്ട് തുടങ്ങി. അതിന്റെ പേരില് അവൻ അവസാനം തന്റെ രക്തം കൊടുത്തുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നതിലേക്ക് കടന്നു വന്നു. ഈശോയിൽ വിശ്വസിക്കുന്നവരായ നമുക്കോരോരുത്തർക്കും ഒരു ദൗത്യമുണ്ട്.
ഏതൊരു വ്യക്തിയും ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ആ വ്യക്തി ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ്. യേശുവിന് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കുക എന്നുള്ള ദൗത്യം. എവിടെ ചെന്നാലും പറയുവാനായിട്ട് സാധിക്കണം, ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നവനാണ്, ഈശോയുടെ തത്വങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്, ഞാൻ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ തത്വങ്ങളെ ജീവിതത്തില് പ്രാവർത്തികമാക്കിക്കൊണ്ട് പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനോടൊരു ജീവിതം സ്വന്തമാക്കിക്കൊണ്ട് പോകണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ഇത് വാക്കുകളിലൂടെ മാത്രമല്ല, പലരുടെയും ജീവിതത്തില് അവര് സംസാരിക്കും, അവര് വാചാലതയോടുകൂടെ കാര്യങ്ങൾ പറയും. എന്നാൽ പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും ആ പ്രവൃത്തി ഒന്നും ഈശോയുടെ പഠനങ്ങള് ഇല്ലാത്ത അവസ്ഥ വരുന്നു. അതിനാല് ഈശോ എന്താണ് നമുക്ക് ചെയ്തു തന്നത്, ഈശോ എന്താണ് നമ്മളെ പഠിപ്പിച്ചത്, അത് നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളുടെയും നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മൾ പ്രഘോഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രഘോഷത്തിലേക്ക് നമ്മൾ കടന്നു വരണം. നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മൾ എവിടെ ആയിരുന്നാലും ഏതവസ്ഥയിൽ ആയിരുന്നാലും ഈശോയെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വൈദികനായി ഞാൻ ഈശോയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. ഞാൻ ഒരു വൈദികനായി ജീവിക്കുമ്പോൾ കർത്താവായ ഈശോയെ എന്നിൽ കാണുവാനായിട്ട് സാധിക്കണം. ആണോ? ആണോ? അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കലുണ്ടോ? ഇല്ല, സാക്ഷ്യം വഹിക്കലില്ല. അപ്പോൾ എന്റെ ജീവിതത്തില് ഞാൻ ഈശോയെ പോലെ ആയി മാറുവാനായിട്ട് പരിശ്രമിക്കേണ്ടതാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കാണുന്നതാണ്, ഫ്രാൻസിസ് അസീസി രണ്ടാമത്തെ ക്രിസ്തു ആയിട്ടാണ് അറിയപ്പെടുന്നത്. ആരായിട്ടാണ് അറിയപ്പെടുന്നത്? രണ്ടാമത്തെ ക്രിസ്തു. ആദ്യത്തെ ക്രിസ്തു കർത്താവായ ഈശോ തന്നെയാണ്. അതുപോലെയുള്ള ഒരു വ്യക്തിത്വത്തിലേക്ക് ഫ്രാൻസിസ് അസീസിക്ക് കടന്നു വരുവാനായിട്ട് സാധിച്ചു. കാരണം എന്താണ്? ഫ്രാൻസിസ് അസീസി ഈശോയുടെ തത്വങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറിയപ്പോൾ തന്നെ തന്നെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നതിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. അതിനായിട്ട് ത്യാഗങ്ങൾ അനുഭവിക്കുന്നതിലേക്ക് കടന്നു വന്നു. ഫ്രാൻസിസിന്റെ അപ്പൻ മനസ്സിലാക്കി തന്റെ മകൻ തന്റെ സ്വത്തുവകകള് പുറത്തടിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? തന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണോ? ശാരീരിക സ്വസ്ഥതകൾക്ക് വേണ്ടിയിട്ടാണോ? അല്ല, പാപങ്ങൾക്ക് വേണ്ടിയിട്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ഒന്നുമില്ലാത്തവർക്ക് വേണ്ടിയിട്ട്, കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നതായിട്ട് വരുന്നു. അതിനായിട്ട് തന്റെ ഷോപ്പിലെ വിശിഷ്ട വസ്ത്രങ്ങളൊക്കെ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, വെറുതെ കൊടുക്കുന്നു, ദാനമായിട്ട് കൊടുക്കുന്നു. അത് മറ്റുള്ളവർക്ക് വിറ്റ് അതിന്റെ പൈസ പാവങ്ങൾക്കായിട്ട് കൊടുക്കുന്നു. ഇത് കണ്ടപ്പോൾ ഫ്രാൻസിസിന്റെ അപ്പന് അത് അംഗീകരിക്കുവാനായിട്ട് സാധിച്ചുവോ? ഇല്ല. എന്താണ്? ഫ്രാൻസിസ് അസീസി ഈശോയെ അനുഭവിച്ചപ്പോൾ ഈശോയെ പോലെ ആയി തീരുവാനായിട്ടുള്ള വലിയ ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ആ ആഗ്രഹത്താൽ നിറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് കുഷ്ഠരോഗിയെ ചുംബിക്കുവാനായിട്ട് സാധിച്ചു. ഹല്ലേലൂയ. കുഷ്ഠരോഗിയെ ചുംബിക്കുവാനായിട്ട് സാധിച്ചു. നിങ്ങൾക്കറിയാം ആ കഥ. എന്നാൽ ആ കുഷ്ഠരോഗി യഥാർത്ഥ കുഷ്ഠരോഗിയായിരുന്നുവോ? അല്ല. ആരായിരുന്നു? കർത്താവായ ഈശോ തന്നെയായിരുന്നു. ഈശോ കുഷ്ഠരോഗിയുടെ രൂപത്തില് ഫ്രാൻസിസിന്റെ അടുക്കലേക്ക് വരുന്നു. വലിയധികം അവിടെ കിടക്കുകയായിരുന്നു. ഫ്രാൻസിസ് കുതിരപ്പുറത്ത് പോവുകയായിരുന്നു.
അപ്പോഴാണ് ആ കുഷ്ഠരോഗിയെ കാണുന്നത്. ഉടനെ ആ കുതിരപ്പുറത്തിന് താഴേക്ക് ഇറങ്ങി എന്താണ് ചെയ്യുന്നത്? ആ കുഷ്ഠരോഗിയെ എടുത്ത് അദ്ദേഹം കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതിലേക്ക് കടന്നു വന്നു. Praise the Lord. ആ കുഷ്ഠരോഗിയിൽ ആരെ കണ്ടു? ഈശോയെ കണ്ടു. ഈശോയെ കണ്ടതുകൊണ്ടാണ് ആ കുഷ്ഠരോഗിയെ ചുംബിക്കുവാനായിട്ട് സാധിച്ചത്. Praise the Lord. Hallelujah. Hallelujah. അന്നത്തെ കാലത്ത് കുഷ്ഠരോഗികളുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്നുള്ള ചിന്തയാണ്. എന്നാൽ ആ ചിന്തകളെല്ലാം മാറ്റി എനിക്ക് രോഗം വരുമോ, രോഗം വരികയില്ലയോ എന്നുള്ള ചിന്തയെല്ലാം മാറ്റിക്കൊണ്ട് ഫ്രാൻസിസ് അസീസി ആ രോഗിയെ ചുംബിക്കുന്നതിലേക്ക് കടന്നു വന്നു. Praise the Lord. Hallelujah. Hallelujah. അദ്ദേഹത്തിന് മനസ്സിലാവുമായിരുന്നു, ഞാൻ ഈ കുഷ്ഠരോഗിയെ ചുംബിക്കുകയാണെങ്കിൽ, ഞാൻ ഒരു കുഷ്ഠരോഗിയായി മാറുകയാണെങ്കിൽ സാരമില്ല, ഞാൻ ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു കുഷ്ഠരോഗിയായി മാറേണ്ടത്. ഈശോ എന്നെ പഠിപ്പിച്ചു എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട്, പരസ്പരം സ്നേഹിക്കുവാനായിട്ട്. അത് ഈശോ എന്നെ പഠിപ്പിച്ചത് ഈശോ തന്റെ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകിക്കൊണ്ടാണ്. ഈശോയ്ക്കിടന്ന് മരിച്ചുകൊണ്ടാണ് ഈശോ എന്നെ പഠിപ്പിച്ചത്. ഇവരുടെ ഫ്രാൻസിസ് അസീസിക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിച്ചു. മൊറോക്കോയിലേക്ക് പോയ ഡാമിയൻ, ആരാണ് ഡാമിയൻ? ഫാദർ ഡാമിയൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്താണ്? അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഞാൻ മൊറോക്കോയിലേക്ക് പോകും. അവിടെ കുഷ്ഠരോഗികൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ്. അവിടേക്ക് ലോകത്തിലെ പല സ്ഥലങ്ങളിലും കുഷ്ഠരോഗികളെ കൊണ്ട് തള്ളുന്ന സ്ഥലമായിരുന്നു ആ കാലഘട്ടത്തില്. Praise the Lord. Hallelujah. 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 പരിഷ്കൃത ലോകത്തിലെ ആൾക്കാര് പരിഷ്കൃതരായി മാറിയതിനാല് തങ്ങളുടെ ഇടയിലുള്ള കുഷ്ഠരോഗികളെ എവിടെ കൊണ്ടുപോയി തള്ളുമായിരുന്നു? മൊറോക്കോ ദ്വീപിലായിരുന്നു തള്ളിക്കൊണ്ടിരുന്നത്. അവിടെ പോയി ആ കുഷ്ഠരോഗികൾക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ നടത്തും. അങ്ങനെ നടത്തിക്കൊണ്ടുവരവേ ഒരു ഞായറാഴ്ച അദ്ദേഹം ദിവ്യബലി അർപ്പിക്കുന്ന സമയത്ത്, പ്രസംഗത്തിന്റെ സമയമായപ്പോഴ് അദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട്, പ്രിയ സഹോദരങ്ങളെ, ഞാനും ഒരു കുഷ്ഠരോഗിയാണ്. Praise the Lord. Hallelujah. 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 ഞാനും ഒരു കുഷ്ഠരോഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രസംഗം ആരംഭിച്ചത്. അദ്ദേഹം കുഷ്ഠരോഗിയായി തീർന്നു. അവരെ ശുശ്രൂഷിച്ച് അവസാനം ഒരു കുഷ്ഠരോഗിയായി മാറി. അതിനെ അദ്ദേഹം തന്റെ പ്രസംഗം ആരംഭിച്ചു. നമ്മളെല്ലാവരും രോഗികളാണ് എന്നുള്ള അവസ്ഥയിൽ അവരുടെ ഒരുവനായി തീർന്നുകൊണ്ട് അദ്ദേഹം തന്റെ മരണം വരെ ജീവിക്കുകയാണ് ചെയ്തത്. Praise the Lord. Hallelujah. Hallelujah. എന്തുകൊണ്ട് അദ്ദേഹം ഒരു കുഷ്ഠരോഗിയായി മാറി? ഗുരു പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഫാദർ ഡാമിയൻ ഒരു കുഷ്ഠരോഗിയായി മാറിയത്. Praise the Lord. Hallelujah. Hallelujah. ഗുരുവിന്റെ പഠനങ്ങളെല്ലാം ഡാമിയന്റെ തലയിൽ ഉണ്ടായിരുന്നു. ആ പഠനങ്ങള് അദ്ദേഹത്തെ സ്വാധീനിച്ച് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോയി. Praise the Lord. Hallelujah. Hallelujah. ഇതുപോലെ ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ ഈശോയെ പോലെ ആയി മാറിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകളിലേക്ക് ഞാൻ കടന്നു വരേണ്ടതാണ്. എന്നാൽ നമുക്കറിയാം, മനുഷ്യരെന്ന നിലയിൽ നമ്മൾ എന്തുമാത്രം വിജയിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൂടാ. ഇതുപോലെ തന്നെ നിങ്ങളുടെയും ജീവിതത്തില് നിങ്ങള് ഈശോയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കുന്നതാണ്. Praise the Lord. Hallelujah. Hallelujah. ഈ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി കല്ലേറ് സ്വീകരിച്ചു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം മറ്റുള്ളവരേക്ക് പഠിച്ച് ഉള്ള ഒരു സംസാരത്തിലേക്കാണോ അദ്ദേഹം കിടന്നത്? ആണ്? അല്ല. അദ്ദേഹം തന്റെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാണ് ചെയ്തത്. Praise the Lord. Hallelujah. 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 അദ്ദേഹം ഏറെ അസ്വസ്ഥനായി മാറിയ വിദ്വേഷത്താൽ നിറഞ്ഞുകൊണ്ടുള്ള ഒരു അസ്വസ്ഥതയിലേക്ക് കടന്നു വന്നുവോ?
ഇല്ല. Praise the Lord. Hallelujah. 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 പ്രിയമുള്ളവരെ, ജോൺ പോൾ രണ്ടാമൻ അൽക്കായാല് വെടിയേൽക്കപ്പെട്ടു. അൽക്ക ജോൺ പോൾ രണ്ടാമനെ വെടിവെച്ചു. താൻ സുഖം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അൽക്കായുമായിട്ട് സംസാരിക്കുന്നു, സ്നേഹത്തോടുകൂടെ സംസാരിക്കുന്നു. തന്റെ ശരീരത്തിലേക്ക് വന്ന ഒരു ബുള്ളറ്റ് അദ്ദേഹം ഫാത്തിമയിലെ ഫാത്തിമ മാതാവിന് നൽകുന്നു. ഹല്ലേലൂയ. ആ ബുള്ളറ്റ് ഫാത്തിമയിലേക്ക് കൊണ്ടുപോകുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒരു രത്ന കിരീടം ഫാത്തിമ ആൾക്കാര് പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് വയ്ക്കാനായിട്ട് കൊടുത്തിരുന്നു. ആ സ്വർണ്ണ കിരീടത്തില് ഒരു ചെറിയ ദ്വാരം ഉണ്ടായിരുന്നു. ആ ദ്വാരം ആ രത്ന കിരീടം ഉണ്ടാക്കിയ വ്യക്തികളെ ശ്രദ്ധിച്ചില്ല. എന്നാൽ ആ ബുള്ളറ്റ് ഫാത്തിമയിൽ കൊണ്ടുവന്ന് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചപ്പോൾ ആ ബുള്ളറ്റ് മാതാവിന്റെ കിരീടത്തില് ആ പ്രത്യേക സ്ഥലത്ത് അത് വെച്ചപ്പോൾ ആ കിരീടം പൂർണ്ണതയിലേക്ക് കടന്നു. ഹല്ലേലൂയ. 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 ആ ബുള്ളറ്റ് ജോൺ പോൾ രണ്ടാമന്റെ രക്തത്തുള്ളിയുടെ അടയാളം. ആ അടയാളം സമാധാനത്തിന്റെ അടയാളം. പരിശുദ്ധമ സമാധാനത്തിന്റെ റാണിയാണ്. ആ സമാധാനത്തിന്റെ റാണിയുടെ കിരീടത്തില് വയ്ക്കപ്പെട്ടപ്പോൾ ആ കിരീടം പൂർണ്ണതയിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. 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 തന്നെ വെടിവെച്ച ആ വ്യക്തിയെ ജോൺ പോൾ രണ്ടാമൻ ദേഷിച്ചു ഇല്ല. അദ്ദേഹത്തോട് പൂർണ്ണമായിട്ട് ക്ഷമിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയാണ് ചെയ്തത്. ജോൺ പോൾ രണ്ടാമൻ തന്റെ വിശ്വാസത്തിന് ഈശോ പഠിപ്പിച്ച തത്വങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. പരസ്പരം സ്നേഹിക്കുക. എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. സുവിശേഷം 14-ാമത്തെ അധ്യായം 35-ാമത്തെ തിരുവചനത്തില് നമ്മൾ വായിക്കുന്നതാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. നിങ്ങളെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം വഹിക്കുക. സാക്ഷ്യം വഹിക്കുന്നതിനുള്ള വലിയൊരു വേദിയാണ് ദാമ്പത്യ ജീവിതം. ഹല്ലേലൂയ. വിവാഹം കഴിച്ചവരെല്ലാവരും ഒന്ന് കൈയ്യർത്തുക. വിവാഹം കഴിച്ചവരെല്ലാവരും ഒന്ന് കൈയ്യർത്തുക, കൈതാട്ടുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ വിവാഹം കഴിച്ചവരാണ്. വിവാഹം കഴിച്ചവരായ നിങ്ങള് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. ഈശോയുടെ തത്വങ്ങള്, ആ പ്രധാനപ്പെട്ട തത്വം നിങ്ങളുടെ ജീവിതത്തില് പ്രാവർത്തികമാക്കുവാനായിട്ട് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ടുള്ള ഒരു വിളിയിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് കടന്നു വരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമൻ ഭരണകാലം ഈജിപ്തില് പത്താമിയസ് എന്ന് പറയുന്ന യുവാവ് റോമൻ പട്ടാളത്തില് ചേർന്നു. റോമൻ പട്ടാളത്തില് അദ്ദേഹം ചേർന്നു. അദ്ദേഹം ഒരു ആശ്രമത്തിലേക്ക്, ക്രിസ്ത്യൻ ക്യാമ്പിലേക്ക് കടന്നു ചെന്നു. റോമൻ പട്ടാളക്കാരനാണ്. അദ്ദേഹം വിചാരിച്ചു, ഞാൻ ചെന്നുപെട്ടത് ഒരു ശത്രു ക്യാമ്പിലാണല്ലോ,
ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നത്? എന്നോട് ഇവർ ശത്രുത പുലർത്തിക്കൊണ്ട് എന്നെ കൊന്നു കളയുമോ എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ കടന്നു വന്നു. എന്നാൽ ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നവര് അദ്ദേഹത്തെ വളരെയധികം സ്നേഹത്തോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും നൽകി. അദ്ദേഹത്തെ ബഹുമാനത്തോടുകൂടെ വളരെയധികം ബഹുമാനത്തോടുകൂടെ പെരുമാറി. ഈ പെരുമാറ്റം കണ്ടപ്പോൾ ഈ ക്യാമ്പിലെ ആൾക്കാർക്ക് ഞാനൊരു അപരിചിതനാണെങ്കിൽ പോലും ഈ സഹോദരങ്ങൾക്ക് എന്നെ സ്നേഹിക്കുവാനും എന്നെ ബഹുമാനിക്കുവാനും സാധിക്കും. ഈ കാര്യം അദ്ദേഹം ആ ക്യാമ്പ് വാസികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ഞങ്ങളുടെ ഗുരു പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ടാണ്. ബഹുമാന ആദരവോടുകൂടെ എല്ലാവരെയും സ്വീകരിക്കുകയും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനുമായിട്ടാണ് ഞങ്ങളുടെ ഗുരു ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. Praise the Lord. Hallelujah. 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 ഞങ്ങളുടെ മക്കാബീസ് വളരെയധികം സന്തോഷത്തിലേക്ക് കടന്നു. ആ ക്യാമ്പില് അദ്ദേഹം താമസിച്ചു. അദ്ദേഹം വിജാതീയനായിരുന്നു. എന്നാൽ പതുക്കെ ക്രിസ്ത്യൻ തത്വങ്ങള് പഠിച്ചുകൊണ്ട്, വേദം പഠിച്ചുകൊണ്ട്, ബൈബിൾ പഠിച്ചുകൊണ്ട് അദ്ദേഹം പതുക്കെ ഒരു ക്രിസ്ത്യാനിയായി മാറി. മാമോദീസ മുങ്ങി. പിന്നീട് അതിനുശേഷം ഒരു സന്യാസിയായി മാറി. അദ്ദേഹം ആദിമ സഭയിലെ ഒരു സന്യാസിയായി മാറി. വിശുദ്ധ പത്താമീസ്. Praise the Lord. Hallelujah. Hallelujah. അവിടെ ഉണ്ടായിരുന്ന ആ ക്യാമ്പിലെ സഹോദരങ്ങള് സ്നേഹത്തിന്റെ സാക്ഷ്യം അവരുടെ ജീവിതത്തില് പ്രാവർത്തികമാക്കി കാണിച്ചപ്പോഴ് വിജാതീയനായ പത്താമീസ് മാമോദീസ സ്വീകരിച്ച് നല്ലൊരു ക്രിസ്ത്യ സന്യാസിയായി മാറി. പിന്നീട് വിശുദ്ധൻ എന്ന നാമകരണം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. Praise the Lord. Hallelujah. Hallelujah. ഇതാ നിങ്ങൾ ക്രിസ്ത്യ വിവാഹ ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവരായ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? ദൈവസ്നേഹം ഇങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത്. പരസ്പര സ്നേഹം എന്ന ആ തത്വം ജീവിതത്തിലെ പ്രാവർത്തികമാക്കേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? മറ്റുള്ളവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കുമോ? ചിന്തിക്കേണ്ടതാണ്. നിങ്ങളെ കണ്ടുകൊണ്ട് മറ്റുള്ളവർ പറയുമോ, ഇവളാണ് യഥാർത്ഥ ക്രിസ്ത്യാനി, യഥാർത്ഥ ക്രിസ്ത്യ കുടുംബ ജീവിതം നയിക്കുന്നവൻ. Praise the Lord. Hallelujah. 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 ഈശോ നമ്മള് മാർക്കോസിന്റെ സുവിശേഷത്തില് 10-ാമത്തെ അധ്യായത്തില് 6 മുതൽ 9 വരെ ഉള്ള തിരുവചനങ്ങളില് സംസാരിക്കുന്നു. സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു എന്നും ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ല. തന്മൂലം പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായി തീരും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. Praise the Lord. Hallelujah. 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 ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. കഥാവായ ഈശോ പറയുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ലോകത്തിന്റെ പുസ്തകത്തിലെ 10-ാമത്തെ അധ്യായത്തില് 10 മുതലുള്ള തിരുവചനങ്ങളില്
വളരെ മനോഹരമായ ഒരു ദൃശ്യമുണ്ട്. തോബിയാസും ഭാര്യയും തങ്ങളുടെ വിവാഹത്തിന് ശേഷം തോബിയാസിന്റെ വീട്ടിലേക്ക് പോകുവാനായിട്ട് ഒരുങ്ങുന്ന ദൃശ്യം. തോബിയാസും സാറായും ഒരുമിച്ച് വരുന്നു. അവരെ അനുഗ്രഹിച്ചുകൊണ്ട് സാറായുടെ അപ്പനും അമ്മയുമായ റഗ്വേലും എദ്നായും സംസാരിക്കുന്നു. അവരെ അനുഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അവസാനത്തെ ഉപദേശം നൽകുമ്പോൾ റഗ്വേൽ തന്റെ മകളായ സാറോയോട് പറയുകയാണ്, നിന്നെക്കുറിച്ച് നല്ലത് മാത്രമേ എനിക്ക് കേൾക്കാൻ ഇടവരട്ടെ. നിന്നെക്കുറിച്ച് നല്ലത് മാത്രമേ എനിക്ക് കേൾക്കാൻ ഇടവരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമൂഹത്തില് 17 വയസ്സിന് മേലുള്ള യുവജനങ്ങള് വിവാഹം കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉയർത്തുക. 1, 2, 3, 4, 5, 6, 7 പേരാക്കി ഒരു 8-10 പേരെ ഞാൻ കാണുന്നു. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ വിവാഹം കഴിച്ചവരാണ്, അതിന് താഴെയുള്ളവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെക്കുറിച്ച് നല്ലതും മാത്രമേ എനിക്ക് കേൾക്കാൻ ഇടവരട്ടെ. പിള്ളേരെ, ഈ കാര്യം റഗ്വേൽ തന്റെ പുത്രിയോട് പറയുമ്പോൾ റഗ്വേലിന് അറിയാം താൻ എന്താണ് പറയുന്നത്. എന്റെ ഏക മകൾ സുഖലോലുപതയില് ജീവിച്ചു വന്ന മകള്, അവളെ തന്നെ ശുശ്രൂഷിക്കുവാനായിട്ട് അവൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് തോഴിമാര് ഉണ്ടായിരുന്നു. എല്ലാ സുഭിക്ഷതയിലും വളർന്നു വന്ന തന്റെ മകൾ സാറ എവിടേക്കാണ് പോകുന്നത്? തോബിത്തിന്റെ വീട്ടിലേക്ക്. തോബിയാസിന്റെ അപ്പൻ ആ കുടുംബത്തിന് നാഥനായി ആയിരിക്കുന്ന ആ ഭവനത്തിലേക്കാണ് പോകുന്നത്. ആ ഭവനം ഒരു കാലത്ത് സമ്പൽ സമൃദ്ധിയുടെ ഭവനമായിരുന്നു. തന്റെ ഭവനം പോലെ തന്നെ സമ്പൽ സമൃദ്ധിയില് ജീവിച്ച ഒരു ഭവനം. എന്നാൽ ഈ കാലയളവില് ദാരിദ്ര്യത്തിന്റെ അടിത്തട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട് വലിയ ദാരിദ്ര്യം, ഭക്ഷണം കഴിക്കുവാൻ പോലും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് തോബിത്തിന്റെ കുടുംബം വന്നിരിക്കുകയാണ്. ആ കുടുംബത്തിലേക്കാണ് ആര് പോകുന്നത്? തന്റെ ഏക മകൾ സുഖലോലുപതയില് ജീവിച്ചു വന്ന മകൾ പോകുന്നത്. റഗ്വേലിന് അറിയാം, അവിടെ ചെന്നാല് തന്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമോ, എങ്ങനെയായിരിക്കും അവൾ ജീവിക്കുവാനായിട്ട് പോകുന്നത്. അതുമല്ല, അദ്ദേഹം നീതിനിഷ്ഠനാണ്, ആകർഷ്യക്കാരനാണ്. സത്യവും നീതിയും മാത്രമേ ജീവിതത്തില് വെച്ചു പുലർത്തുകയുള്ളൂ. ആ മനോഭാവമുള്ളവനാണ് റഗ്വേലിന്. ഇതറിയാം, കാരണം അവർ രണ്ടുപേരും ബന്ധുക്കളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വീട്ടിലേക്ക് പോകുമ്പോൾ തന്റെ മകള് സുഖലോലുപതയില് ഏക സന്താനമായി സ്വാർത്ഥതയില് ജീവിച്ചു വന്ന മകള് അവിടെ ചെല്ലുമ്പോൾ ഈ തോബിത്തിനോടും അവിടുത്തെ അമ്മയായ സാറായോടും വിധേയത്വം പുലർത്തിക്കൊണ്ട്, അനുസരണം പുലർത്തിക്കൊണ്ട് ജീവിക്കുമോ? പ്രയാസം. അതിനാല് റഗ്വേൽ തന്റെ മകളോട് പറയുകയാണ്, നിന്നെക്കുറിച്ച് നല്ലത് മാത്രമേ എനിക്ക് കേൾക്കാൻ ഇടവരട്ടെ. നിനക്ക് പ്രശ്നങ്ങളുണ്ടാകും, നിനക്ക് വേദനകളുണ്ടാകും, അസ്വസ്ഥതകളുണ്ടാകും. നിന്നെ മായത്തിൽ നിന്ന് ഏറെ കാർക്കശ്യ സ്വഭാവങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അവിടെയെല്ലാം നിന്നിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിനയത്തോടെ, എളിമയോടെ, വിധേയത്വത്തോടെ
ജീവിക്കണം. Praise the Lord. Hallelujah. 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 അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. Praise the Lord. Hallelujah. 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 അപ്പൻ മകൾക്ക് കൊടുക്കുന്ന ഉപദേശം അതാണ്. ഈ ഉപദേശം നിങ്ങളേക്ക് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ അമ്മായിപ്പനും അമ്മായിയമ്മയും ഉണ്ട്. അവിടെ ഭർത്താവിന്റെ ജ്യേഷ്ഠ സഹോദരങ്ങളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ നാത്തൂന്മാര് അവിടേക്ക് കടന്നു വരും. നിങ്ങൾക്കെതിരായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ അമ്മായിയമ്മ നാത്തൂനോട് പറഞ്ഞു കൊടുക്കും. നാത്തൂൻ അത് കേട്ട് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് അതിനനുസരിച്ച് നിങ്ങളോട് പെരുമാറും. ഈ അവസരത്തില് നിങ്ങൾക്കൊക്കെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുമോ? ഇങ്ങനെ കുത്തുവാക്കുകൾ പറയുന്ന, ഇങ്ങനെ നിങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്ന നിങ്ങളുടെ അമ്മായിയമ്മയും അമ്മായിപ്പനും നിങ്ങളുടെ നാത്തൂന്മാരും അവരോടും കൂടെ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുവാനായിട്ട് പോകുന്നത്? എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്നത് വിവാഹ നിമിഷം മുതൽ മരണം നമ്മെ വിവാഹ നിമിഷം മുതൽ മരണം മകരം വരെ. അപ്പച്ചായി പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പച്ചായി പറയുന്നതാണ് വിവാഹ നിമിഷം മുതൽ മകരം വരെ. അപ്പോഴ് മകരമാസം വരെയാണ് വിവാഹ ജീവിതം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേർപെടാം. അപ്പച്ചായ എങ്ങനെയൊന്നല്ല സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് മരണം വരെ എന്നുള്ളതിന് പകരം മകരം എന്ന പല പ്രാവശ്യം ഞാൻ അപ്പച്ചായുടെ അത്രങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോഴ് മകരമാസം വരെ അല്ല, മരണം വരെയാണ് നിങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്നത്. എല്ലാവരുടെയും മുന്നില് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മരണം വരെ ഒരുമിച്ച് ജീവിക്കാമെന്ന്. ഇത് വലിയൊരു തീരുമാനമാണ്. ഈ തീരുമാനം ഏറ്റെടുത്തപ്പോൾ ഏറെ ദുഃഖങ്ങളും വേദനകളും നിങ്ങളെ സഹിച്ചുകൊള്ളാമെന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അവിടെ വിവാഹ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിത പങ്കാളിയെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് ചെയ്ത വാഗ്ദാനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെയൊരു വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തിട്ടുണ്ട്. ആ വാഗ്ദാനം അനുസരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ആ പൂർണ്ണ തീരുമാനം. ഹല്ലേലൂയ. 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 ഏതവസ്ഥയിലും ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ ജീവിത പങ്കാളിയെ സ്നേഹിച്ചും ആദരിച്ചും സമ്പത്തിലും സമൃദ്ധിയിലും സമ്പത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഹല്ലേലൂയ ഒരുമിച്ച് ജീവിക്കുക വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആ തീരുമാനം ഈശോയുടെ നാമത്തിൽ ഈശോയെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ എടുത്തിരിക്കുകയാണ്. കഥാവായ ഈശോ വിവാഹമെന്ന കുദാശയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിച്ചു, ഒന്നാക്കി മാറ്റി. ആ ജീവിതം നിങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് കഥാവായ ഈശോ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. 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 കരങ്ങളെത്തിക്കൊണ്ട് നമുക്ക് കഥാവിനെ സ്തുതിക്കാം.
നിങ്ങളെ രണ്ടുപേരെയും ഭാര്യയും കർത്താവിനെയും ദൈവമായ കർത്താവ് ഒന്നാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളെ സ്നേഹിക്കുവാനായിട്ട് ഒന്നാക്കി മാറ്റിയിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിത പങ്കാളില് സന്തോഷം കണ്ടെത്തി പൂർണ്ണമായിട്ട് സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കർത്താവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിലേക്ക് ദൈവം തന്റെ സ്നേഹം പകർന്നു തന്നുകൊണ്ട് നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിച്ച് തന്റെ സ്നേഹത്താല് നിങ്ങളെ രണ്ടുപേരെയും വലയം ചെയ്തുകൊണ്ട് നിറച്ചുകൊണ്ട് നിങ്ങളെ ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുകയാണ്. Praise the Lord. Hallelujah. 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 സ്ത്രീ പുരുഷ സ്നേഹം വിവാഹ ജീവിതത്തില് ദൈവികമാണ്. എന്താണ്? ദൈവികമാണ്. വിവാഹ ജീവിതത്തിന് പുറത്ത് അത് ദൈവികമാണോ? അല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോഴ് ദൈവിക സ്നേഹം, ആ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതാ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. Praise the Lord. Hallelujah. Hallelujah. കർത്താവിന്റെ പദ്ധതിയാണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരിക. കർത്താവ് ആരെയും രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരിക, മരണം വരെ ഒരുമിച്ച് ജീവിക്കുക. അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ആ ദൈവിക പദ്ധതി ജീവിതത്തില് പൂർത്തീകരിച്ചുകൊണ്ട് പോകുക നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്രിയമുള്ളവരെ, എല്ലാം നന്മയ്ക്കായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് വേണ്ടി എല്ലാം ക്രമീകരിക്കും. Praise the Lord. Hallelujah. Hallelujah. നമ്മള് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നു, ഒന്നാമത്തെ അധ്യായത്തില് ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ഈ പ്രപഞ്ചത്തെ 7 ദിവസം കൊണ്ട്, എന്നാൽ ഈ 7 ദിവസത്തില് 6 ദിവസമാണ് ദൈവം പ്രവൃത്തിയിൽ ആയിരുന്നത്. 7ാമത്തെ ദിവസം ദൈവം വിശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. Praise the Lord. Hallelujah. Hallelujah. 6 ദിവസം കൊണ്ട് തന്റെ സൃഷ്ടി പൂർത്തീകരിച്ചു. 7ാമത്തെ ദിവസം ദൈവം വിശ്രമിക്കുന്നു. ഓരോ ദിവസവും ദൈവമായ കർത്താവ് തന്റെ പ്രവർത്തനത്തെ കണ്ടുകൊണ്ട് എന്താണ് പറഞ്ഞത്? എല്ലാം നന്നായിരിക്കുന്നു. Praise the Lord. Hallelujah. Hallelujah. എല്ലാം നന്നായിരിക്കുന്നു. 7 പ്രാവശ്യം ഈ കാര്യം 1ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നന്നായിരിക്കുന്നുവെന്ന്. 6ാമത്തെ ദിവസം ദൈവമായ കർത്താവ് സൃഷ്ടിക്കുന്നത് ആരെയാണ്? മനുഷ്യൻ. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. നമ്മള് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കി. Praise the Lord. Hallelujah. Hallelujah. അപ്പോഴ് ഉൽപ്പത്തിയുടെ പുസ്തകത്തില് നമ്മള് 1ാമത്തെ അധ്യായത്തില് 28ാമത്തെ തിരുവചനത്തില് വായിക്കുന്ന എന്താണ്? ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? സ്ത്രീയും പുരുഷനുമായിട്ടാണ്. അപ്പോഴ് ദൈവത്തിന്റെ സൃഷ്ടി സ്ത്രീയും പുരുഷനുമായിട്ടാണ്. ദൈവം ആഗ്രഹിക്കുന്നു ഈ ലോകത്തില് ധാരാളം സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരിക്കണം എന്ന്. Praise the Lord. Hallelujah. എന്നാൽ ഇന്നത്തെ കാലത്ത് അത് ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ട്. നോക്കിയ, കേരളത്തില് ഒരു കാലത്ത് 1000 പുരുഷന്മാർ ഉണ്ടായിരുന്നുവെങ്കിൽ 1000 പുരുഷന്മാര് ഉണ്ടായിരുന്നെങ്കിൽ 1005 1006 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിൽ എന്താണ് സ്ഥിതിവിശേഷം? 1000 പുരുഷന്മാർ ഉണ്ടെങ്കിൽ 958 സ്ത്രീകളാണ് ഉള്ളത്, പെൺകുട്ടികളാണ് ഉള്ളത്. എന്തുകൊണ്ട്? ഒരു കാലത്ത് മലയാളികളുടെ ഇടയില് പെൺവർഗം, പെണ്ണുങ്ങളാണ് കൂടുതൽ ഉണ്ടായിരുന്നത്.
പെണ്ണുങ്ങളാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തില് ആരാണ് കൂടുതൽ? പുരുഷന്മാർ. അവിടെ അതിന്റെ അർത്ഥം തിരുവചനങ്ങളിലൂടെ പറഞ്ഞ് ഗർഭചിത്രത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. മാരക പാപമാണ് നമ്മൾ ഓരോ പ്രാവശ്യവും ഗർഭചിത്രം ചെയ്യുന്നത്. ഒരു കുഞ്ഞിനെ വധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന് മാത്രമേ ജീവൻ എടുക്കുവാനായിട്ട് സാധിക്കുകയും എന്നുള്ള കാര്യം വളരെ തറപ്പിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ LDF ഗവൺമെന്റ് ഒരു പുതിയ നിയമം കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിച്ചു. എന്താണ് ആ നിയമം? ദയാവധം എന്ന് പറയുന്നത്. ദയാവധം എന്ന് പറയുന്നത്. ആ നിയമത്തില് എന്താണ് അപാകത? ഒരു വ്യക്തി രോഗിയായി മാറുന്നു. ആ വ്യക്തി രോഗിയായിട്ട് അനേക നാൾ കിടക്കുന്നു. ഒരു വ്യക്തി മാനസിക രോഗിയായി മാറുന്നു, അല്ലെങ്കിൽ ക്യാൻസർ രോഗിയായി മാറുന്നു. സമൂഹത്തിന് ആ വ്യക്തി ഒരു ഭാരമായി തീരുന്നു. ഭാരമായി തീരുമ്പോൾ ആ വ്യക്തി മറ്റുള്ളവരുടെ സുഖ സൗകര്യങ്ങൾക്ക് തടസ്സമായി തീരുന്നു. അതിനാൽ എന്തു ചെയ്യണം? ആ വ്യക്തിയെ കൊല്ലണം. ആ വ്യക്തിയെ കൊല്ലണം. ദയാവധം. എന്താണ്? ആ വ്യക്തിയോട് നമ്മൾ കാരുണ്യം കാണിക്കാം. ആ വ്യക്തി എന്തിനാണ് വേദന സഹിച്ച് ഈ ലോകത്തില് ജീവിക്കുന്നത്? അതിന്റെ ആവശ്യകതയില്ല. മറ്റുള്ളവർക്ക് ഭാരം, ഈ വ്യക്തിക്കും ഭാരം. അതിനാൽ ഈ വ്യക്തി വേണ്ട. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ആ ദയാവധം എന്ന് പറയുന്ന ആ ബിൽ പാസ്സായെങ്കിൽ എന്ത് സംഭവിക്കും? ഭർത്താവിന് ഭാര്യയോട് ദേഷ്യമാണെങ്കിൽ കൊന്നുകളയില്ല. ഉടനെ അത് പറഞ്ഞ് കൊന്നുകളയില്ല. ശരി, കൊന്നുകളയുകയില്ല. എന്ത് ചെയ്യും? അവളെ പീഡിപ്പിച്ച് അവളെ മാനസിക രോഗികളുടെ ആശുപത്രിയിൽ കൊണ്ടുപോകും. അവളെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ, നുണകളെല്ലാം പറഞ്ഞെടുപ്പിക്കും. അവിടെ ഇരിക്കുന്ന ഡോക്ടർ കേൾക്കുന്നത് ഈ ഭർത്താവ് പറയുന്ന കാര്യങ്ങളാണ്, ഭർത്താവിന്റെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നത്. അത് സത്യമെന്ന് വിശ്വസിച്ച് മാനസിക രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുക്കും. അവസാനം അവൾ മാനസിക രോഗിയായി മാറും. അത് കഴിഞ്ഞിട്ട് കൊല്ലാം. അല്ലേ? ദയാവധം എന്ന് പറയുന്ന നമുക്ക് ആര് വേണമെങ്കിലും ആ അവസ്ഥയിലേക്ക് കടന്നു വരും. നമ്മുടെ ജീവിതത്തില് ഒരു വ്യക്തി കടന്നു വരുന്നു. ആ വ്യക്തി നമ്മളുമായിട്ട് ചേർന്ന് പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ നമ്മുടെ സ്വാധീനം ഉപയോഗിച്ച് രോഗിയാക്കി മാറ്റി ആ വ്യക്തിയെ വധിക്കുന്നതിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് കർത്താവിനെ സ്തുതിക്കാം. വൈദ്യശാസ്ത്രം പറയുന്നത് ഉദരത്തിലെ ശിശുവിന്റെ ലിംഗം എന്താണെന്ന് പരിശോധിച്ച് അറിയരുത് എന്നാണ്. എന്നാൽ നമുക്കറിയാം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഉദരത്തിൽ ആയിരിക്കുന്നതെന്ന് പരിശോധനകളിലൂടെ ആണോ. എന്നാൽ അതറിയുവാനായിട്ടുള്ള അനുവാദം മെഡിക്കൽ സയൻസ് കൊടുക്കുന്നില്ല. അറിയാം. കാരണം എന്താണ്? അറിഞ്ഞു കഴിഞ്ഞാൽ പലരും ദുരുപയോഗത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരുപാട് തരത്തിലുള്ള ദുരുപയോഗം നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കാലത്ത് 1000 ഉണ്ടായിരുന്ന ഭാഗത്ത് ഇന്ന് 958 ഉള്ളത്. എന്ന് പറഞ്ഞാല് നമ്മൾ നോക്കുകയാണെങ്കിൽ 42 5 47 പെൺകുട്ടികളെ കുറവുണ്ട്. ആ കുറവ് മിക്കവാറും സംഭവിക്കുന്ന എന്തുകൊണ്ടാണ്? ഉദരത്തിൽ വെച്ചതിന് പെൺകുട്ടികളെ വധിക്കുന്നുണ്ട്.
Praise the Lord. Hallelujah. 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 എന്നാല് പെൺകുട്ടികൾ വലുതായി വന്നാല് പെൺകുട്ടിക്ക് ഒരു കന്യാസ്ത്രീയാക്കുവാൻ പോകണമെന്ന് ആഗ്രഹിച്ചാൽ വിടുമോ? ഇന്നത്തെ കാലത്ത് ഇല്ല, വിടുകയില്ല. എനിക്ക് ഒരു കന്യാസ്ത്രീ ആകണം, എനിക്ക് ഒരു വൈദികൻ ആകണം എന്ന് പറഞ്ഞാല് അപ്പനമ്മമാരെ വിടുമോ? ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെ പറയുന്നു വിടുകയില്ല എന്ന്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യമാണ്. Praise the Lord. Hallelujah. Hallelujah. എന്തുകൊണ്ട് വിടുന്നില്ല? കാരണം എന്താണ്? പഠിച്ച നഴ്സാണ്, ഗൾഫിൽ പോകണം, വിദേശ രാജ്യങ്ങളിൽ പോകണം. ഇവിടെ ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോകണം. Praise the Lord. Hallelujah. Hallelujah. കഴിഞ്ഞ കാലങ്ങളിൽ UK-യിലും അയർലൻഡിലും ഒക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവിടേക്ക് പോകാനായിട്ട് ആഗ്രഹമില്ല. കാരണം എന്താണ്? അവിടുത്തെ കാലാവസ്ഥ വളരെ തണുപ്പുള്ള കാലാവസ്ഥയാണ്, നല്ല കാലാവസ്ഥയല്ല UK-യിലും അയർലൻഡിലും. അതിനാല് നല്ല കാലാവസ്ഥ തേടി ന്യൂസിലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ പോവുകയാണ്. Praise the Lord. Hallelujah. Hallelujah. സുഖ സൗകര്യങ്ങൾ മാത്രം അന്വേഷിച്ചുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. Praise the Lord. Hallelujah. അവിടെ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്: ദൈവമായ കർത്താവ് മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. Praise the Lord. Hallelujah. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 1-ാമത്തെ അധ്യായത്തില് ആദ്യത്തെ വാക്ക് സ്ത്രീയാണ്, പുരുഷൻ 2-ാമത്തെ വാക്കാണ്. Praise the Lord. Hallelujah. അവിടെ ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ ആർക്കാണ് പ്രാധാന്യം? സ്ത്രീ. കേൾക്കുന്നുണ്ടോ? ഇവിടുത്തെ പുരുഷന്മാരെ, ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാര്. ഉൽപ്പത്തിയുടെ പുസ്തകം മറ്റു പുസ്തകങ്ങൾ അനുസരിച്ചല്ല, ഉൽപ്പത്തി പുസ്തകത്തില് 1-ാമത്തെ അധ്യായം അനുസരിച്ച് സ്ത്രീയും പുരുഷന്മായി ദൈവം അവരെ സൃഷ്ടിച്ചു. അല്ലാതെ പുരുഷനും സ്ത്രീയും ആയിട്ടല്ല, സ്ത്രീയും പുരുഷനുമായിട്ട്. Praise the Lord. Hallelujah. എന്നാൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അവിടെ പുരുഷനെ ആദ്യം സൃഷ്ടിക്കുന്നു. Praise the Lord. Hallelujah. ആദ്യം സൃഷ്ടിക്കുന്ന ആരെയാണ്? പുരുഷനെ. രണ്ടാമത് സൃഷ്ടിക്കുന്ന ആരെയാണ്? സ്ത്രീയാണ്. Praise the Lord. Hallelujah. Hallelujah. അവിടെ 2-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്? പുരുഷന്മാർക്ക്. എന്നാൽ 1-ാമത്തെ അധ്യായത്തില് ആർക്കാണ് പ്രാധാന്യം? സ്ത്രീകൾക്ക്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ രണ്ട് കൂട്ടർക്കും തുല്യ പ്രാധാന്യമാണ്. Praise the Lord. Hallelujah. Hallelujah. അവിടെ 1-ാമത്തെ അധ്യായം എടുത്തുകൊണ്ട് സ്ത്രീകൾ പറയും ഞങ്ങളാണ് പ്രധാനപ്പെട്ട വ്യക്തികൾ. 2-ാമത്തെ അധ്യായം എടുത്തുകൊണ്ട് പുരുഷന്മാർ പറയും ഞങ്ങളാണ്, പുരുഷന്മാരാണ് പ്രധാനപ്പെട്ട വ്യക്തികളെന്ന്. Praise the Lord. എന്നാൽ ബൈബിള് ആഗ്രഹിക്കുന്നത് എന്താണ്? സ്ത്രീയും പുരുഷനും തുല്യരാണ്. അവർ രണ്ടുപേരും ദൈവിക സൃഷ്ടികളാണ്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവരില് ദൈവിക സ്നേഹം നിറഞ്ഞിരിക്കുകയാണ്. അവർ ദൈവിക സ്നേഹത്താല് നിറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണം. ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ് വിവാഹ ജീവിതം. Praise the Lord. Hallelujah. Hallelujah. ഈ പ്രപഞ്ചത്തിന്റെ ആരംഭത്തില് ദൈവം സ്വപ്നം കണ്ടു. ഈ പ്രപഞ്ചത്തെ മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമാണ് മനുഷ്യരെ. അങ്ങനെ മനുഷ്യനെ ആവശ്യമാണെന്ന് കണ്ടപ്പോഴ് ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഇനി പുരുഷൻ മാത്രമല്ല ഈ ലോകത്തില് ഉണ്ടായിരിക്കേണ്ടത്, സ്ത്രീകളും ഉണ്ടായിരിക്കണം എന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവമായ കർത്താവ് സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചുകൊണ്ട് അവരെ ദൈവിക സ്നേഹത്താല് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. Hallelujah. 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 ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആരംഭം മുതലേ സൃഷ്ടികർത്താവിന്റെ പദ്ധതി. ആരുടെ പദ്ധതി? സൃഷ്ടികർത്താവിന്റെ പദ്ധതി. ആ സൃഷ്ടികർത്താവിന്റെ പദ്ധതി അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. നമുക്കറിയാം നമ്മുടെ പിതാവായ ദൈവം സ്നേഹപിതാവാണ്. ആ സ്നേഹപിതാവിന്റെ ആഗ്രഹം അതാണെങ്കിൽ അത് പൂർത്തീകരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കണം. നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുന്നുണ്ട്.
പരിശുദ്ധാത്മാവിന്റെ ഒരു പാട്ട് പാടാം, ഉണർവിൻ വരം ലഭിപ്പാൻ എന്ന പാട്ട് പാടിക്കൊണ്ട്